ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് താൽക്കാലികമായി ഒരു ശമനമുണ്ടായെങ്കിലും അത്ര ശുഭകരമായ വാർത്തയല്ല ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെ ഭീതിയിലാഴ്ത്തുന്ന വെളിപ്പെടുത്തലുമായി യുഎന്നിലെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി രംഗത്ത് വന്നിരിക്കുകയാണ്. നിലവിൽ ഇറാന്റെ പക്കൽ എത്ര ആണവായുധങ്ങൾ ഉണ്ടെന്നത് ലോകത്തിന് ഇന്നും അജ്ഞാതമാണ്. എന്നാൽ അതിന്റെ എത്രയോ ഇരട്ടി പ്രഹരശേഷിയുള്ള യുറേനിയമാണ് ഇറാന്റെ പക്കലുള്ളത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 200 കിലോഗ്രാമിലധികം യുറേനിയം ഇറാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് 5 ആണവ ബോംബുകളെങ്കിലും നിർമ്മിക്കാനാകും. അത്തരമൊരു അവസ്ഥയുണ്ടായാൽ ലോകത്തിനത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം 7 മടങ്ങ് വർദ്ധിച്ചതായും അതിവേഗത്തിൽ അവർ വീണ്ടും ഈ പ്രക്രിയ തുടരുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ മുഖ്യശത്രുവായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ ഇനി മുൻപിൻ നോക്കാത്ത സമീപനമാകും ഇറാന്റെ പക്കൽ നിന്നുണ്ടാവുക. അതിനായി അവർ റഷ്യയെ കൂടി കൂട്ടുപിടിച്ചിട്ടുണ്ടെന്നതാണ് സംഗതിയുടെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന റഷ്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം എഴുതിച്ചേർത്ത സംഭവമായിരുന്നു ജനുവരി 17 ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയന്റെ റഷ്യ സന്ദർശനം. സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു നേതാക്കളും ഒപ്പുവെച്ച തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടി ദീർഘകാല സഹകരണത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ആഗോളതലത്തിൽ കൂടുതൽ ആഴമേറിയതും സമഗ്രവുമായ സഹകരണത്തിലേക്കുള്ള ഗതിമാറ്റത്തെയും സൂചിപ്പിക്കുന്നത് കൂടിയാണ്. രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനും ആഗോള വെല്ലുവിളികളെ സംയുക്തമായി അഭിസംബോധന ചെയ്യുന്നതിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് 47 വ്യവസ്ഥകൾ അടങ്ങുന്ന ഈ കരാർ. പരസ്പരം താൽപ്പര്യമുള്ള എല്ലാ മേഖലകളിലും വ്യാപാര, സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയും സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുന്നതിലെ രാജ്യങ്ങളുടെ സഹകരണവും കരാറിൽ ഉൾപ്പെടുന്നുണ്ട്. പരസ്പര പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഇരു കക്ഷികളും ആക്രമണകാരിക്ക് സൈനികമോ മറ്റ് സഹായമോ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത്. കൂടാതെ പ്രാദേശിക അഖണ്ഡതയെ ഭീഷണിപ്പെടുത്തുന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തങ്ങളുടെ പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാമെന്നും ഇറാനും റഷ്യയും സമ്മതിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഭീകരതയെയും മറ്റ് ഭീഷണികളെയും ചെറുക്കുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് പ്രധാനമായും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. കരാർ സൈനിക സാങ്കേതിക സഹകരണം ഉൾക്കൊള്ളുന്നില്ലെങ്കിലും ഭാവിയിൽ അത്തരമൊരു കരാർ ഒപ്പിടുന്ന സാഹചര്യത്തെ തള്ളിക്കളയാനുമാകില്ല. ആഗോള സുരക്ഷയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള റഷ്യയുടെയും ഇറാന്റെയും സന്നദ്ധത സാഹചര്യങ്ങൾക്കോ കാലത്തിനോ മറുപടിയായി ഭാവിയിൽ റഷ്യയും ഇറാനും പൂർണ്ണ സഖ്യകക്ഷികളായി മാറിയേക്കുമെന്നതും ഏറെക്കുറെ ഇതോടെ ഉറപ്പായി കഴിഞ്ഞു. സാമ്പത്തിക കാര്യങ്ങളിൽ മൂന്നാം കക്ഷികൾ ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ചേരരുതെന്നും ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾ ഏർപ്പെടുത്തരുതെന്നും ഇറാനും റഷ്യയും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഇറാന്റെ സ്വാതന്ത്ര്യം, പരമാധികാരം, ആഗോളതലത്തിൽ നിലകൊള്ളൽ എന്നിവയ്ക്കായി റഷ്യയുമായി അടുത്ത സഹകരണം അനിവാര്യമാണെന്ന് തന്നെയാണ് ഖമേനിയും വിശ്വസിക്കുന്നത്. ഉപരോധങ്ങളും ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുമ്പോൾ റഷ്യയുമായും ചൈനയുമായും ബന്ധം കൂടുതൽ ആഴത്തിലാക്കേണ്ടതിന്റെ ആവശ്യകത ആയത്തുള്ള ഖമേനി ഊന്നിപ്പറഞ്ഞു.